അപ്പം നമുക്കിന്നൊരു വ്ളോഗ് കണ്ടാലോ. ഇന്ന് നമ്മൾ കാർത്തൂന് സൈക്കിൾ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ അച്ചാച്ചൻ്റെ വക വെക്കേഷനായിട്ട് സൈക്കിൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ ഒരു ചെറിയ സൈക്കിൾ ഉണ്ടായിരുന്നു പണ്ടത്തെ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഡ്യൂലക്സ് സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ട് നടത്താറുള്ള ഒരു ഷോപ്പിലേക്കാണ്. ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിലേ തന്നെ ഇവിടെ നിന്നായിരുന്നു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവൻ ദേ വന്ന വഴിക്ക് ഓരോ സൈക്കിളിമേയൊക്കെ കയറിയിരുന്ന് നോക്കുന്നുണ്ട്. ചേട്ടൻ്റെ വകയും പറയുന്നുണ്ട് ഓരോന്ന്. എനിക്കിത് മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് പിന്നെ ഇതുപോലത്തെ ചെറിയൊരു സൈക്കിളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അത് ആക്രിക്കാർക്ക് കൊടുത്തപ്പോൾ പുതിയത് വേണം. ആൾക്കത് ഭയങ്കര ജീവനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചെറുതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് പോവാണ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈക്കിൾ കണ്ടപ്പോൾ സിദ്ധുവിന് ഏകദേശം അത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ സിദ്ധു അത് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണം. പക്ഷേ നമ്മൾ സിദ്ധുവിനല്ല സൈക്കിൾ നോക്കണം, കാർത്തിക്കായിരുന്നു നമ്മൾ നോക്കണ്ടായിരുന്നു. സിദ്ധുവിനൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ അച്ഛൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെക്കേഷനായപ്പോൾ. അങ്ങനെ അപ്പോൾ ഞാൻ സിദ്ധുവിനോട് പറഞ്ഞു, നിനക്കെല്ലാം നോക്കണം, ഉണ്ണിക്ക് വേണ്ടിയിട്ട് നിനക്ക് ആ പണ്ടത്തെ സൈക്കിളില്ലേ എന്നൊക്കെ പറഞ്ഞോടുകൂടി സിദ്ധുവിൻ്റെ മുഖഭാവം പോയി. സിദ്ധു അപ്പോഴേക്കും പിണങ്ങി അങ്ങോട്ട് മാറി നിന്നു. അവന് കാർത്തിയുടെ സൈക്കിൾ നോക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം അവന് കറക്റ്റായിരുന്നു. ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇത്തിരി വലുത് നോക്കിയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്ത്. തീരെ അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ അവന് ഓടിക്കാൻ പറ്റില്ല. ഇപ്പോൾ വീട്ടിലുള്ളതാണെങ്കിൽ സിദ്ധുവിന് ഓടിക്കാൻ പറ്റണ പരുവത്തിലുള്ളതായിരുന്നു. അപ്പോൾ അതെ ഈ സൈക്കിളാണ് നമ്മൾ സെലക്ട് ചെയ്തത്. വലിയ കാലൊന്നും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ചവിട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കി നിൽക്കുക. വീട്ടിൽ എന്നിട്ട് വേണം അതൊക്കെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ സാധനങ്ങൾ വെക്കുമ്പോൾ ആൾക്കൊരു ഇരിക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊരു നിൽക്കപ്പുറത്തില്ലാത്ത അവസ്ഥയെ. ആൾക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതൊക്കെ നോക്കണ്ടേ കണ്ട. കുറച്ചധികം നേരം നീങ്ങി നിന്ന് നോക്കിയിട്ടും മനസ്സിലാവണില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും. അങ്ങനെയായിരുന്നു ആളുടെ അവസ്ഥ. പിന്നെ ആൾ ഒരു വാട്ടർ ബോട്ടിൽ വെച്ച് കൊടുത്തു. വാട്ടർ ബോട്ടിൽ വെച്ച് കൊടുത്തപ്പോൾ ആൾക്ക് ഇത്തിരി ചെറിയൊരു ഗമയൊക്കെ വന്നു കേട്ടോ. പക്ഷേ വലിയ കാര്യമായിട്ട് ചിരിക്കണമൊന്നുമില്ല, വലിയ പോസിട്ട് നിൽക്കുകയാണ് ആൾ. വാട്ടർ ബോട്ടിൽ കിട്ടിയോടുകൂടി ആളുടെ ഒരു മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് മാറി തുടങ്ങി, വലിയ പോസൊക്കെ ആയി തുടങ്ങി. അങ്ങനെ സൈക്കിളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. സൈക്കിളപ്പോൾ ഒന്ന് ചവിട്ടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ചവിട്ടി നോക്കാം. അപ്പോൾ സിദ്ധുവിൻ്റെ മുഖം കണ്ട. സിദ്ധുവിനാണെങ്കിൽ തീരെ താല്പര്യമില്ല. സിദ്ധു പറഞ്ഞ സൈക്കിൾ മേടിക്കാണ്ട് സിദ്ധുവിൻ്റെ മുഖം ആകെ കൊട്ടയ്ക്ക് കയറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ വീട്ടിലൊരു സൈക്കിൾ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ വെറുതെ വാങ്ങിച്ച് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അവന് വാങ്ങിച്ചില്ല. ചെറുതിനാണെങ്കിൽ ഒരു ചെറിയ സൈക്കിൾ ഉണ്ടായിരുന്നു അവന് പിറന്നാളിന് കിട്ടിയത്. അപ്പോൾ അത് കൊടുത്തപ്പോൾ അവന് ഭയങ്കര വിഷമായി. അത് ഇപ്പോഴും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം അതെടുത്ത് ഇങ്ങനെ ഓടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം മേടിക്കുന്നത്. സിദ്ധുവിൻ്റെ മുഖം കണ്ട. സിദ്ധുവിനാകെ അയ്യത്തടാന്നായിട്ട് നിൽക്കണം. അപ്പം അങ്ങനെ എല്ലാതും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞവർ അങ്ങനെ എല്ലാം ഫിറ്റ് ചെയ്ത് കിട്ടിയപ്പോഴേ ആൾ ഇവിടെ ചവിട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ ആൾ മുകളിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബില്ലിൻ്റെ സെക്ഷനിലേക്ക് പോയി. മുകളിൽ പോയി അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പണ്ട് തൊട്ടേ ഉള്ള കട. ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് ഞാനും എൻ്റെ ചേച്ചിക്കൊക്കെ സൈക്കിളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസും റേറ്റ് അധികം വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛന് കുറച്ച് സെക്കൻഡ് ഹാൻഡ് ആ സൈക്കിളിന് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അപ്പോൾ സിദ്ധുവിൻ്റെ മുഖം കണ്ട. സിദ്ധു ആണെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് മൈൻഡ് ചെയ്യണില്ല, ഒന്നുമില്ല. കാർത്തൂനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞത് സൈക്കിളൊക്കെ കൊണ്ടിറങ്ങിയ ആൾ അത് അപ്പോഴും അവിടെ നിന്നിട്ടും ചവിട്ടാൻ നിൽക്കുകയാണ്. ഭയങ്കര ഒരു ആവേശത്തിലാണ് നിൽക്കണ ആൾ. അങ്ങനെ നമ്മുടെ സൈക്കിളൊക്കെ വണ്ടിയുടെ പുറകിലേക്ക് കയറ്റി വെച്ചു. ഞങ്ങളിനി പോവുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ചട്ടിക്കടയാണ്. അപ്പോൾ നമ്മളിത് ചട്ടി അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് വെട്ടുകാട് ബാറിൻ്റെ ആ ഭാഗത്തായിട്ട് ആശാദീപം ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടൊരു വഴിയിൽ ഇത്തിരി ഉള്ളിൽ പോകണം. അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ ഡാമേജ് ഉള്ളതൊക്കെ ആണെങ്കിൽ അവർ ഇത്തിരി റേറ്റ് കുറച്ച് നമുക്ക് തരാറുണ്ട്. ഡാമേജ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് അങ്ങനെ പൊട്ടിയതൊന്നുമല്ല, ചെറുതായിട്ട് അവർ മോൾഡ് ചെയ്ത് വരുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റണത് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങനെ കുറേ ചട്ടികൾ മേടിച്ചു. ഇതിപ്പോൾ ഉണ്ടാക്കി വരണ ആ പരുവം കണ്ട. ഇതിപ്പോൾ ആ മെഷീൻ എന്തോ കംപ്ലയിൻറ്റ് പറ്റിയെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇത്രയും ചട്ടി നമ്മൾ വാങ്ങിച്ചു. അത്രയും ചട്ടി നമ്മൾ വാങ്ങിച്ചിട്ട് 750 രൂപയാണ് നമുക്ക് ആയുള്ളൂ. അപ്പോൾ അത് സൈക്കിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സൈക്കിൾ ഫ്രണ്ടിലായിരുന്നു ഇരിക്കേണ്ടായിരുന്നത്. ബാക്കിൽ വെച്ചിട്ട് എനിക്ക് എന്തോ സമാധാനം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ ഈ പുതിയ വിത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്കൊരു ദിവസം കാണാം. അപ്പോൾ നമ്മുടെ കടയുടെ ഫ്രണ്ടേജ് വരുന്നത് ഇതാണ്. നമുക്ക് അഡ്രസ്സൊന്നും കാര്യമായിട്ട് അറിയില്ല. ബാറിൻ്റെ അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുമായിരിക്കും എല്ലാവർക്കും. അങ്ങനെ നമ്മളിത് സൈക്കിളും കൊണ്ടുവന്ന് വീട്ടിലെത്തിൻ്റെ ആൾക്കൊരു ഇരിക്കപ്പുറത്തില്ല. അപ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇത് താഴ്ത്തേക്ക് ഇറക്കി അമ്മാമ്മക്ക് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആൾ നിൽക്കണം. ആദ്യം തന്നെ ആളിത് കുറച്ച് നേരം ഉന്തി നടക്കുക. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, നീ ഉന്തി നടക്കാനാണോ ഈ വണ്ടി മേടിച്ചതെന്ന് ചോദിച്ചാൽ സിദ്ധു കളിയാക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ചേട്ടനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത് വേഗം ചവിട്ടാൻ കയറിയിരുന്നു കേട്ടോ. സിദ്ധുവിൻ്റെ സാധനങ്ങളൊക്കെ പഠിപ്പിച്ച് അവൻ്റെ വണ്ടി കൊടുത്തപ്പോഴാണ് അവനൊന്ന് മിണ്ടി തുടങ്ങി തന്നെ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആളും ഹാപ്പിയായി. അങ്ങനെ ഇപ്പോൾ റോഡിൻ്റെ അവിടെ ചവിട്ടി പ്രാക്ടീസ് ചെയ്യുകയാണ് രണ്ടുപേരും കൂടിയിട്ട്. ഇതാണ് സിദ്ധുവിൻ്റെ വണ്ടി. സിദ്ധുവിന് ഇത് ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല.
അവൻ ചവിട്ടി ചവിട്ടി പ്രാക്ടീസ് ആവും. കാർത്തിയുടെ സൈക്കിൾ തന്നെയാണ് അവന് മെയിനായിട്ട് രണ്ടും സെറ്റായി വരിക. അവർക്ക് രണ്ടുപേർക്കും അത് ഓടിക്കാം. അപ്പോൾ ചേച്ചിയുടെ പിള്ളേരുണ്ട്, അവർ വരുമ്പോൾ അവർക്ക് ഈ വലിയ സൈക്കിൾ ഓടിക്കാം. അപ്പോൾ അങ്ങനെ റോട്ടിലേക്ക് രണ്ടുപേരും കൂടി ഓടിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.